അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്, ശരിയാണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ അത്തരത്തിലാണ് ഒരു ഓൾ ഇന്ത്യയിൽ എല്ലാവരും തന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരേണ്ട ആവശ്യകതയെ പറ്റി നിയമനിഷേധങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാവുന്നുണ്ട്, ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന്. സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിന് എഴുതിയിരിക്കുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ പ്രേരിപ്പിച്ചു. അവരിപ്പോൾ കേരള ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. നമസ്കാരം, റേഡിയോ നീതലിന്റെ യൂട്യൂബ് വ്യൂവേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പ്രത്യേക ഇന്റർവ്യൂയിലേക്ക്. ഗവൺമെന്റ് സർവീസുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MBBS ഡോക്ടേഴ്സിന് PG കോഴ്സിലേക്ക് സംവരണം അനുവദിച്ചുകൊണ്ടുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകാനുള്ള ഒരു സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട് നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു പോരാളിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, സ്വാഗതം. താങ്കൾ കാട്ടൂർ സ്വദേശിയാണ് അല്ലേ? കാട്ടൂർ സ്വദേശിയാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സർജറിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറൽ സർജറിയിൽ ഒന്നാം വർഷം PG ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് 2020 നമ്മളൊരു പുതിയ സുപ്രീം കോടതി വിധി നേടിയെടുത്തിരിക്കുകയാണ്. എന്താണ് ഇങ്ങനൊരു കേസിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം? എന്താണ് അതിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതിന് മുമ്പ് എന്താണ് ഈ കേസ് എന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്താൽ കൊള്ളാമായിരുന്നു. എന്തായിരുന്നു അതിന് മുമ്പെന്നും കൂടെ നമുക്ക് നോക്കണമല്ലോ. മുമ്പ് ശരിക്കും പറഞ്ഞാൽ 2008 നമ്മുടെ കേരള ഗവൺമെൻറ് 2008-09 കാലഘട്ടത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പ്രകാരം നമുക്കിവിടെ ഏകദേശം ഒരു 40% റിസർവേഷൻ നമ്മുടെ സർക്കാർ സർവീസ് ഡോക്ടർമാർക്ക് PG ഉപരിപഠനത്തിന് വേണ്ടി. അപ്പോൾ അവർ ആ ഉപരിപഠനം ചെയ്തതിന് ശേഷം അവർ തിരികെ വീണ്ടും വന്ന് സർവീസിൽ വർക്ക് ചെയ്യും. അപ്പോഴെന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ അത് കുറച്ചും കൂടെ അത് നല്ലത്. കാരണം നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ആവശ്യത്തിന് കിട്ടും. അങ്ങനെ വീണ്ടും നമ്മുടെ ഈ സർക്കാർ സർവീസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് മുമ്പേ തന്നെ സീറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു നിയമമായിട്ട് കൊണ്ടുവന്നു 2008-09 കാലഘട്ടത്തിൽ. അപ്പോൾ ആ ആക്ട് അത് നിലവിൽ വന്നു. പക്ഷേ അതിന് അധിക സമയം അതിന് ആയുസ്സുണ്ടായില്ല. അപ്പോൾ 40% വരെ സർക്കാർ ഡോക്ടർമാർക്ക് സർവീസ് കോട്ട കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനെ പറ്റിയിട്ട് പിന്നീട് കേരള ഹൈക്കോടതിയിൽ കേസിന് പോയി. അതുമായിട്ട് പിന്നീട് സുപ്രീം കോടതിയിൽ പോയി. പിന്നീട് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ ആക്ട് തൽക്കാലത്തേക്ക് അത് മാറ്റപ്പെട്ടു. അപ്പോൾ നമുക്ക് പിന്നീട് സർവീസ് കോട്ട തൽക്കാലത്തേക്ക് വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതിനൊക്കെ എല്ലാം അടിസ്ഥാനപരമായിട്ട് മറ്റൊരു കാര്യം ഈ സമയത്ത് നടന്നു. നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അപ്പോൾ അവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ PG റെഗുലേഷൻ 2000 എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ഒരു വളരെ ഒത്തിരി പേജസ് ഉള്ള ഒരു റെഗുലേഷൻ. അത് എല്ലാ PG കോഴ്സുകളെയും എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ PG കോഴ്സിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം അതെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ PG കോഴ്സുകളെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം അവർ ചെയ്തത്, അതിൻ്റെ ക്ലോസ് 9 അതിൻ്റെ അകത്ത് സബ് ക്ലോസ് 7, 10 എന്നീ ഭാഗങ്ങളിൽ അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ സർവീസ് കോട്ടയായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ റിമോട്ട് ആൻഡ് ഡിഫിക്കൽട്ട് റൂറൽ അല്ലെങ്കിൽ ഹില്ലി ഏരിയകളിൽ അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അവിടെ വർക്ക് ചെയ്യാൻ ഡോക്ടർമാരെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു പണിയാം എന്ന് പറഞ്ഞിട്ട് അവർ നേരെ പറഞ്ഞു, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഈ സർവീസ് കോട്ട കൊടുക്കുക, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഇൻസെൻറ്റീവ് മാർക്ക് കൊടുക്കുക, എന്നിട്ട് അതുവഴി അവർക്ക് നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ അവരെത്ര നാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും നാൾ, ഏകദേശം 3 കൊല്ലം വർക്ക് ചെയ്താൽ ഒരു 30% വരെ ഇൻസെൻറ്റീവ് മാർക്ക് കൊടുത്തിട്ട് അവർക്ക് നമുക്ക് PG സീറ്റ് കൊടുക്കാം. ഇനി അവർക്ക് 50% വരുന്ന ഡിപ്ലോമ സീറ്റുകളിൽ അവർക്ക് റിസർവേഷൻ കൊടുക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു, ഇതല്ലാതെ മറ്റ് ഒരു സർവീസ് കോട്ട ഇനി ഇല്ലെന്നും കൂടെ അവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാനായിട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അധികാരമില്ല. അപ്പോൾ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമുണ്ട്. അത് ആരും അങ്ങ് ശ്രദ്ധിക്കുന്നില്ല, കുറച്ച് സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ 2015-16 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ഡോക്ടർ ദിനേശ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നൊരു വ്യക്തി കൊണ്ട് ഒരു കേസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് ഡിഫിക്കൽട്ട് റൂറൽ എന്ന് പറയുന്ന ഏരിയയിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാനേ ക്ലോസിൽ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴത്തേക്കും അലഹബാദ് ഹൈക്കോടതി അത് ശരിയാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് UP അന്ന് തോറ്റു. അതിനെതിരായിട്ട് പിന്നീട് UP ഗവൺമെൻറ് ഈ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഏകദേശം ഒരു 2016 ഒക്ടോബർ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ വിധി വരുന്നത്.
അപ്പോൾ ആ വിധി എഴുതിയ 3 അംഗ ബെഞ്ചാണെന്ന് എഴുതിയത്. അപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ട് പറഞ്ഞു അവർ ഈ ഒരു ആസ്പെക്റ്റ് മാത്രമേ കാണുന്നത്, അതായത് ഇന്ത്യയിൽ റിമോട്ട് ആൻഡ് ഡിഫിക്കൽട്ട് റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്ത ഡോക്ടർമാരെ കിട്ടും, അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻസെൻറ്റീവായിട്ട് PG കൊടുക്കുന്നു എന്ന ലെവലിലുള്ള ഒരു ആസ്പെക്റ്റ് മാത്രം കണ്ടിട്ട് പറഞ്ഞു ഈ ക്ലോസ് 9 ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ കോഡ് എന്ന് പറഞ്ഞു. അതായത് ഇനി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്തി ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളൊന്നും കേൾക്കാതെയാണ് പറഞ്ഞത്, ഗവൺമെൻറ് ഓഫ് UP ഇതുമായിട്ടുള്ള കേസ് മാത്രമാണ്. അങ്ങനെ പറഞ്ഞു 3 അംഗ ബെഞ്ചിൽ നിന്ന് മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ കേസിന്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെൻറ് ഇതിനെതിരായിട്ടാണ് വാദിച്ചുകൊണ്ടിരുന്നത് കണ്ടത്. കോടതിയിൽ ഭയങ്കരമായ വാദമായിരുന്നത്. അവർ അതിശക്തമായിട്ട് എതിർക്കുകയാണ് സംസ്ഥാനത്തിന് ഇത് റിസർവേഷൻ്റെ പവർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും 5 അംഗ ബെഞ്ചിലേക്ക് പോയി. 5 അംഗ ബെഞ്ച് ആദ്യം ഈ കാര്യം പരിഗണിച്ചെങ്കിലും അവർ അന്ന് ബഹുമാനപ്പെട്ട ജഡ്ജ് ദീപക് മിശ്രയുടെ ബെഞ്ചായിരുന്നു. പക്ഷേ അന്ന് സമയക്കുറവ് മൂലം പിന്നീട് അവർ ഒരു ഇടക്കാല വിധി തന്നിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഡീറ്റെയിലായിട്ട് പിന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വന്ന രഞ്ജൻ ഗൊഗോയുടെ ബെഞ്ചാണ് ആ ബെഞ്ചിലേക്ക് കേസ് വന്നെങ്കിലും അന്ന് മറ്റൊത്തിരി പ്രധാനപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും അവിടുന്ന് മാറ്റപ്പെട്ടു. പിന്നെയാണ് ഈ കഴിഞ്ഞ നമ്മുടെ 2020 മാർച്ചിൽ ആണ് ഈ കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്ത് കേൾക്കാനായിട്ട് ഇരുന്ന സമയത്ത് മറ്റൊരു കേസ് ആന്ധ്രയിലൊരു കേസ് കേൾക്കുന്ന ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ വാദം ഇങ്ങനെ നീണ്ടുപോയി. അപ്പോൾ നീണ്ടുപോയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു മറ്റ് കേസുകൾ നമുക്ക് അടുത്ത ആഴ്ച പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച സാധാരണ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഭരണഘടനാ ബെഞ്ച് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ഡൽഹിയിൽ സുപ്രീം കോടതി വളപ്പിൽ H1N1 ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അങ്ങനെ കോടതി അടച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ തന്നെ നമ്മുടെ കോവിഡ് ഔട്ട് ബ്രേക്ക്, കോടതി അടച്ചു. പിന്നീട് നമുക്ക് മനസ്സിലായി കേസിന് നടക്കത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നീട് ഈ മാർച്ച് ഒരു ജൂലൈ ആയപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ഡോക്ടർമാരുടെ അസോസിയേഷൻ ഒരു കേസ് ഫയൽ ചെയ്തു, അടിയന്തരമായിട്ട് കേൾക്കണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഇത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് കേൾക്കേണ്ടതാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ചീഫ് ജസ്റ്റിസിനോട് അത് റിക്വസ്റ്റ് ചെയ്യുകയും ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കുകയും അങ്ങനെയാണ് നമുക്ക് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇത് കേട്ടത്. ഇത് ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇരുന്ന അന്നാണ്. കാരണം ബാക്കിയുള്ള കേസിനൊക്കെ നമുക്ക് നേരിട്ട് അവിടെ ചെല്ലാമായിരുന്നെങ്കിൽ ഇത് നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കോടതി നമുക്കിത് ഓൺലൈൻ ഹിയറിംഗ് ആയിരുന്നു, നമുക്കൊക്കെ ഓൺലൈനായിട്ട് അതിൽ കേൾക്കാനും പറ്റുന്നൊരു കാണാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം കോടതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കേൾക്കുകയും കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഈ കേസ് കേൾക്കുന്നത് ഈ ജൂലൈ 14 അപ്പോൾ ജൂലൈ 14 രാവിലെ 9:10 കാലമായപ്പോഴത്തേക്കും കോടതി അസംബിൾ ചെയ്തു. കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ അഭിഭാഷകർക്കെല്ലാം ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു 12 കാലമായപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആയി. ഉടനെ MC അഡ്വക്കേറ്റ് പറഞ്ഞു നമുക്ക് ഈ കേസ് പിന്നീട് സൗകര്യമുള്ള പരിഗണിക്കാം, ഇത് വീണ്ടും നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, ഈ കേസ് നമ്മൾ മാറ്റിയേക്കുന്നില്ല, ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും കേൾക്കേണ്ടതാണ്, നമുക്കൊരു 15 മിനിറ്റ് ടീ ബ്രേക്ക് എടുക്കാമെന്നും പറഞ്ഞു പോയി. വീണ്ടും 12 കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി കൂടി. പിന്നീട് കോടതി അവിടെ എണീക്കുന്നത് 3:45 വരെ തുടർച്ചയായ ഹിയറിങ്ങിന് ശേഷമാണ്. ആ കേസിൻ്റെ കംപ്ലീറ്റ് ഹിയറിങ്ങും കൺക്ലൂഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ എനിക്കത് രാവിലെ 10:45 തൊട്ട് 3:45 ഒറ്റ ഇരിപ്പിനിരുന്ന് കേട്ട ഒരു കേസും കൂടെയാണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിധി റിസർവ് ചെയ്തു. ആ വിധി പിന്നീട് 252 പേജുള്ള വിധിയാണ് പറഞ്ഞത്. ആ വിധി വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വാദങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർവീസ് കോട്ട എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് അല്ലെങ്കിൽ ഓരോ അതത് സംസ്ഥാനത്തിൻ്റെ പവറാണ്. സംസ്ഥാനത്തിന് തീരുമാനിക്കാം സർവീസ് കോട്ട കൊടുക്കണോ വേണ്ടിയെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 40% കൊടുക്കാമെന്ന് പണ്ടേ നമുക്ക് ഓൾറെഡി ആക്ട് ഉള്ളതാണ്. അപ്പോൾ അപ് ടു 50% വരെ നമുക്ക് റിസർവേഷൻ സർവീസ് കോട്ടയെ കൊടുക്കാം. എന്നാൽ ഈ കോട്ട ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം തിരികെ വരുന്ന വിദ്യാർത്ഥികൾ PG എടുത്തതിന് ശേഷം അവർ ഒരു സ്പെസിഫൈഡ് ടൈം ഏകദേശം ഒരു 4-5 കൊല്ലം റൂറൽ ഏരിയയിലോ ഡിഫിക്കൽട്ട് റൂറൽ ഏരിയയിലോ റിമോട്ട് ഏരിയയിൽ പോയി വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കെന്താ പറയുക, ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ രാപകലില്ലാതെ നമ്മുടെ ഈ കാഷ്വാലിറ്റിയിലും ജനറൽ ആശുപത്രിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കെല്ലാം ഒരേ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടും. റൂറൽ ഏരിയ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കും എല്ലാവർക്കും. അതിനുശേഷം ഇവർ PG എടുത്തതിന് ശേഷം ഈ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാർ തിരികെ ചെന്ന് റൂറൽ ഏരിയയിൽ അവർക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ റൂറൽ ഇന്ത്യയ്ക്കും അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് റൂറലുള്ള പോപ്പുലേഷനും എല്ലാവർക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഒന്നിറങ്ങും കിട്ടും എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഒരു കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ പറഞ്ഞത്. കാരണം ഒരു കൺകറന്റ് ലിസ്റ്റ് വരുന്ന കാര്യമാണ്, ഹെൽത്ത് ഒരു കൺകറന്റ് ലിസ്റ്റ് വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താം. പക്ഷേ അതിനകത്ത് ഈ കൺകറന്റ് ലിസ്റ്റ് വരുന്ന കാര്യത്തിന് പ്രത്യേകതയുണ്ട്. കേന്ദ്രത്തിൻ്റെ നിയമം ഇല്ലെങ്കിൽ
സംസ്ഥാനത്തിൻ്റെ നിയമത്തിനാണ് പവറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇതൊന്നും മാനിക്കാതെയാണ് കോടതി പോലും അന്നങ്ങനെ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അതെ അതെ അതെ. അപ്പോൾ അത്തരത്തിലൊരു വിധി വന്നു, ഇതങ്ങ് പോയി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയുന്നില്ല. 2017 എൻട്രൻസ് എഴുതി സർവീസ് കോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത്. ഒരു വൈകുന്നേരം 8 മണിക്കാണ് കോൾ വരുന്നത്. ആ കോള് നമ്മുടെ തൃശ്ശൂർ എന്നുള്ള ന്യൂറോ സർജനായ ഡോക്ടർ ലിജോയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ കോബാച്ചാണ്, ഡോക്ടർ നവ്യ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അമൽ, തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്, സ്ലാങ്ങിൽ, എടാ നിനക്ക് സർവീസ് PG കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, ഇങ്ങനൊരു വിധി ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് എന്താ അങ്ങനെ, ഞാൻ അങ്ങനെ ആ സാധ്യതയില്ലല്ലോ. അദ്ദേഹം ഈ വിധിയെല്ലാം എനിക്ക് അയച്ചു തന്നു. ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളിൽ അയച്ചു തന്നിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു കുറേ ഫോട്ടോസ്റ്റാറ്റുകൾ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങളിരുന്ന് വായിക്കുകയാണ്. വായിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ശരിയാണ്. ഞങ്ങൾ പിന്നെ അവസാനം നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ്, എനിക്കൊന്ന് അന്നത്തെ ഹെഡ് സെക്രട്ടറി രാജീവ് സാനന്ദ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഇത്തരത്തിലൊരു വിധിയുണ്ട്, നമുക്കിനി അതിനെ മറികടക്കാൻ പറ്റില്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെതിരായിട്ടൊരു സുപ്രീം കോടതി വിധി വരികയോ അല്ലെങ്കിൽ MCA തന്നെ ഇതിനെതിരായിട്ട് ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യാതെ ഇത് നമുക്കൊരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതോടെ ഇത് ഏകദേശം അസ്തമിച്ചു എന്ന ലെവലിൽ തന്നെ സർവീസ് കോട്ട എന്ന് പറയുന്ന ആൾ കിട്ടത്തില്ല. ഞാൻ ഇടയ്ക്കൊന്ന് കയറാണ്. ഡോക്ടർ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മുഹമ്മയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഫാക്ടറി ബോർഡ് ആലപ്പുഴ ESIയിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ മുഹമ്മയിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഏകദേശം 2015 മുഹമ്മയിൽ പോയി. 2 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഇരുന്ന് ആലോചിച്ചു, ഇതെല്ലാം നോക്കിയപ്പോഴത്തേക്കും ഇത് നമ്മൾ മാത്രം ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MCAയുടെ കേരളത്തിൽ നിന്നുള്ള MCAയിലേക്കുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, അവരോട് പലരോട് ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചു. PG സെൽ കമ്മിറ്റി എന്ന് പറയുന്ന MCAയുടെ കമ്മിറ്റിയുണ്ട്, അവരോടെല്ലാം ആലോചിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നെടുത്ത തീരുമാനമല്ല, ഇത് വളരെയധികം ആലോചിച്ചതിൻ്റെ അടുത്ത തീരുമാനമാണ്. പക്ഷേ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയൊന്നും വേണ്ട പോലെ കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ എടുക്കേണ്ടി വന്നു, അവർ തീരുമാനമെടുത്തു. ട്രൈബൽ ഏരിയയിലേക്ക് കൂടുതൽ ഡോക്ടേഴ്സിന്റെ സർവീസ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഒറ്റ ആസ്പെക്ടിന്റെ ബേസിസിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതിയും MNCയും പോയത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ബാക്കി വരുന്ന വലിയൊരു പോപ്പുലേഷൻ ഇവിടെ സർവ് ചെയ്തപ്പെടാതെ കിടക്കുന്നു, അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഡോക്ടർമാരെ മൊത്തം അവഗണിച്ചുകൊണ്ട് അവർ മറ്റവരെ മാത്രമേ ഞങ്ങൾ പരിഗണിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആരോട് പറഞ്ഞിട്ടും ഇതൊന്നും കാര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി. ഹരിയാനയിലും രാജസ്ഥാൻ അതുപോലെ മഹാരാഷ്ട്ര മുതലായ വലിയ വലിയ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത്. അല്ലെങ്കിൽ ഇവരുടെ മെമ്പേഴ്സാണ് പലരൊക്കെ അവിടെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മെമ്പർമാർ തന്നെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കും, നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒന്ന് ബന്ധപ്പെടാൻ നോക്കി. നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണ് ഇതിന് പ്രധാനമായിട്ടും ഈ മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ എല്ലാം ഈ PG സീറ്റ് കൊടുക്കുന്നുണ്ട്. ഈ വിധി ഉണ്ടെങ്കിൽ പോലും ഇത് ശ്രദ്ധിക്കപ്പെടാതെ മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് PG സീറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ 50% അന്ന് സർവീസ് കോട്ട എന്ന് പറഞ്ഞ് അവർ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ 50%. ഇനി അത് തന്നെയല്ല, നമ്മുടെ ഈ സുപ്രീം കോടതി വിധി വന്നതൊന്നും അവർ അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വിരോധാഭാസം. കാരണം അവരൊന്നും അത് ശ്രദ്ധിക്കാതെ ഈ വിധി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള സാധനം പോലും കൊടുത്തിട്ടിരിക്കുകയും. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഈ കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വാലിഡിറ്റി പിന്നീട് ഇത് വരുമ്പോൾ അല്ല, അതിനകത്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു വിധി വന്നു ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ സുപ്രീം കോടതി പൊതുവെ തന്നെ അത്തരത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളെ അത് കഴിയട്ടെ, ഇനി അങ്ങനെ ആകരുതെന്ന ഒരു ആസ്പെക്റ്റാണ് പൊതുവെ കോടതികൾ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ദിനേശ് സിംഗ് ചൗഹാൻ കേസിൻ്റെ വിധി വന്നു, സർവീസ് കോട്ട പോയ വിവരം അറിയാതെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും അഡ്മിഷൻ നടത്തി. പക്ഷേ കേരളത്തിൽ ഞങ്ങളുടെ അഡ്മിഷൻ പോയി. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ജോസഫ് ബ്രൗൺ സാറ് പറഞ്ഞു, നമ്മളിതൊരു വലിയൊരു കളിക്ക് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഇതിന് നമുക്കൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമത്തിൻ്റേതായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കൗശലം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ അവർക്കാണ് MCAയിലേക്കുള്ള കൂടുതൽ നിയന്ത്രണം ഉള്ളത്. അവിടെയാണെങ്കിൽ ഈ സർവീസ് കോട്ട പോയിട്ടുമില്ല. സർവീസ് കോട്ട പോയെന്നാൽ അവിടുത്തെ ഡോക്ടർമാർ ഇളകും, അത് വലിയൊരു പ്രശ്നമാകും. അവരെ നമ്മൾ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ കേരളം തമിഴ്നാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരെ തന്നെ ഞങ്ങൾ 3 പേരുടെ പേരിൽ സുപ്രീം കോടതിയിൽ, അല്ലെങ്കിൽ അതിന് ശരിക്കും നമ്മളെ സഹായിച്ച നമ്മുടെ അസോസിയേഷനാണ് കേരള ഗവൺമെൻറ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, KGIMOA, ESIയുടെ
അസോസിയേഷനാണ്. അവർ അദ്ദേഹം അതിലെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം അന്ന് തന്നെ എനിക്ക് ലെറ്റർ പാഡ് എഴുതി തന്നു. സാറ് ശരിക്കും പറഞ്ഞാൽ അന്ന് ലെറ്റർ പാഡ് വന്നിട്ട് പറഞ്ഞു, ഈ സർവീസ് കോട്ട തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഫൈറ്റുകളും ചെയ്തു കൊള്ളുക, ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ KGIMOയുടെ പേരിൽ നമ്മൾ നേരെ തന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയും, അപ്പോൾ ഒറ്റ കേസേ കൊടുത്തുള്ളൂ. അത് 2017 ആ മെയ് മാസത്തിലേക്ക് വരുന്ന ഒരു കേസ് നമ്മൾ അന്ന് സുപ്രീം കോടതിയുടെ അവസാനത്തെ ഹിയറിംഗ് ആണ്. അതിനുശേഷം 2 മാസം സുപ്രീം കോടതി അവധിക്ക് പോകും, ലീവിന് പോകും. അപ്പോൾ അന്നത്തെ അവസാനത്തെ ജസ്റ്റിസ് കേഹർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ്. അപ്പോൾ ആ ബെഞ്ചിൽ ഞാൻ അന്നുണ്ട്. അപ്പോൾ കേസ് കൊടുത്ത് അത് കേൾക്കാനായിട്ട് നമ്മളും പോയിട്ടുണ്ട് ഹിയറിങ്ങിന്. അവസാന ദിവസമാണ് തന്നെ കോടതി നല്ല തിരക്കും കൂടെയാണ്. അപ്പോൾ അന്ന് 2.5 മിനിറ്റാണ് നമുക്ക് കേസിന് വേണ്ടി കിട്ടിയത്. അപ്പോൾ ആ കോടതിയിൽ നമ്മൾ കൊടുത്ത കേസ് ഇതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഈ സുപ്രീം കോടതി വിധിയെ അനുസരിക്കാതെ അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ സംസ്ഥാനത്തോടും പറയുക, നിങ്ങൾ അഡ്മിഷൻ നടത്തിക്കോളാം, സർവീസ് അറിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ അനുവദിക്കുക. കോടതി വിധിയുണ്ട് നടത്തരുതെന്ന്, പക്ഷെ അവരാരും അനുസരിക്കുന്നില്ല. അതേപോലെ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ തന്നെ അദ്ദേഹം ആ കേസ് എടുത്ത് നോക്കിയത് എന്താ കേസാണെന്ന് ഇങ്ങനെ എന്തോന്ന് നോക്കി, അപ്പോഴത്തേക്കും ഈ ദിനേശ് സിംഗ് ചൗഹാൻ കേസിൻ്റെ വിധിയിട്ട ഒരു ജഡ്ജി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആ ബെഞ്ചിലുണ്ട്. അവസാനത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ 2.5 മിനിറ്റിൻ്റെയൊക്കെ നടക്കുന്ന കാര്യം അല്ല, ഇവർ പറഞ്ഞതിൽ കാര്യമുണ്ട്, മറ്റെല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ നടത്താൻ പാടില്ല, കേരളവും തമിഴ്നാടും മാത്രമേ ഇങ്ങനെ നടത്തുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ നമ്മുടെ വിധിക്ക് എതിരായിട്ടാണ് നീങ്ങുന്നത്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അടിയന്തരമായിട്ട് തന്നെ പറഞ്ഞ വിധിയിട്ടു, എല്ലാ സംസ്ഥാനങ്ങളോടും തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2017 മെയ്യിൽ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രൊസീജിയറും ക്യാൻസൽ ചെയ്തു. സർവീസ് കോട്ട ആർക്കും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കേരളക്കാരെ പാര വെച്ചു. അപ്പോൾ നമ്മൾ എന്തിനാണ് പാര വെച്ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് ആരും നോക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് വെബ്സൈറ്റ് നോക്കിയപ്പോഴത്തേക്കും ഹരിയാനയുടെയും രാജസ്ഥാൻ്റെയും കൊടുത്ത അഡ്മിഷൻ എല്ലാം ക്യാൻസലായി. അപ്പോൾ അതിനുശേഷം നമുക്ക് വിളി വരാൻ തുടങ്ങി, എന്താണിത് ചെയ്തത്. അങ്ങനെ നമുക്ക് മനസ്സിലായി, ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരുടെയും കഞ്ഞിൽ നമ്മൾ പാറ്റിയിട്ടു. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്, ശരിയാണ്, ഇതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ അത്തരത്തിലാണ് ഒരു ഓൾ ഇന്ത്യയിൽ എല്ലാവരും തന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരേണ്ട ആവശ്യകതയെപ്പറ്റി അന്ന് ഈ ഒരു കേസാണ് അന്ന് ആദ്യത്തെ ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ ഒരു കേസായിട്ട് മാറി. ഫസ്റ്റ് സ്റ്റെപ്പ് താങ്കൾ എടുക്കുന്ന സമയത്ത് ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു? ഒറ്റയാൾ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ സൂര്യ TV ഒക്കെ വാർത്ത കാണുമ്പോഴത്തേക്കും കാണുന്നതല്ലാതെ അത്രയേ ഉള്ളൂ. നമുക്കതല്ലാതെ യാതൊരു പരിചയമില്ല കോടതിയായിട്ട്. അപ്പോൾ നമ്മൾ ചെന്ന് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നല്ല ഇത്തിരി ചൂടൊക്കെ ഉള്ള സമയത്തൊന്നുമാണ് ചെല്ലുന്നത് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ചെല്ലുന്നത്. അപ്പോൾ അന്ന് ചെന്നു, അന്ന് ഈ കാര്യം ഇതൊക്കെ നടക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നമ്മളങ്ങ് പോവുകയാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ സുപ്രീം കോടതിയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് സാധാരണക്കാരായ ഒത്തിരി മനുഷ്യർ അവിടെ ഇടപെടുന്നുണ്ട് ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു വലിയ സമൂഹമുണ്ട്. സമൂഹം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്ടർമാർ ഇതിൻ്റെ പുറകിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ ലിജോ. അദ്ദേഹം ന്യൂറോ സർജറി കഴിഞ്ഞ ആളാണ്, എന്നിട്ട് പോലും സർക്കാർ ഡോക്ടർമാർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. 2 ഡോക്ടർ നവ്യ, പിന്നീട് ഡോക്ടർ പ്രീതി, അവർ തൃശ്ശൂർകാരാണ്. തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ഡോക്ടർ 4-5 ഡോക്ടേഴ്സ് ഉണ്ട്. കൊല്ലത്തുനിന്ന് ഒരു ഡോക്ടർ ബിന്ദു മാഡം, അതുപോലെ ഡോക്ടർ ജ്യോതി മാഡം. ഇത്തരത്തിൽ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ ഏകദേശം ഒരു 5-6 പേരാണ് ആദ്യം ഇതിന് കൂടെ നിൽക്കുന്നത്. ഇവരെല്ലാവരും കൂടെ നമ്മൾ ഓരോരുത്തരും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്താണ്. അറിയാലോ, സുപ്രീം കോടതിയിൽ വളരെ കേസിന് വളരെ അതെ ചിലവ് കൂടിയൊരു കാര്യമാണ്. അത് എല്ലാ ചിലവും ഇവർ തന്നെയാണ് ആദ്യം ചെയ്തത്. പിന്നീടാണ് നമ്മൾ അസോസിയേഷൻസ് എല്ലാവരും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഇത്രയൊക്കെ ഒരു ഗ്രൂപ്പ് ഉള്ള ഒരു ധൈര്യത്തിലാണ് പോയത്. അല്ല, ഇങ്ങനെ നടക്കില്ല, ഇങ്ങനൊരു സർവീസ് കോട്ടയിൽ അമൽ സുദീപിന് കയറാൻ പറ്റില്ല എന്ന് സുഹൃത്ത് വിളിച്ച് പറയുന്ന സമയത്ത് എന്തായാലും പോരാടണം എന്ന് ചിന്തിച്ചിരുന്നോ എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ചിന്തിച്ചിരുന്നു. ഇത് ഏതറ്റം വരെയും പോകണമെന്നൊരാഗ്രഹം അന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാസ്റ്റേഴ്സ് ഇൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ MS സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിധി വന്നത് 2020 അപ്പോൾ താങ്കൾ നോർമൽ ആയിട്ടുള്ള ഒരു എക്സാം എഴുതി ആ ഒരു പ്രൊസീജിയറിൽ കൂടെ തന്നെയാണോ എക്സാം കോഴ്സിന്? തീർച്ചയായിട്ടും. അതായത് ഈ ദിനേശ് സിംഗ് ചൗഹാൻ കേസിന്റെ വിധി വന്നതിന് ശേഷം ഇൻസെന്റീവ് മാർക്ക് കൊടുക്കാവുന്നൊരു സംഭവം അതിനകത്തുണ്ട്. അപ്പോൾ അത് അന്ന് ട്രൈബൽ ഏരിയയിൽ മാത്രമാണ് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ കേസിൻ്റെ വീണ്ടും അതിലേക്ക് തന്നെ പോകേണ്ടി വരും. കാര്യം എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ 2017 ഇങ്ങനെ സംഭവിച്ചെങ്കിലും നമ്മൾ പിന്നീട് 18 ആയപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു പുതിയൊരു കാര്യം കൂടെ ചെയ്യാനായിട്ട് ആലോചിച്ചു. നമുക്ക് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എതിരായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ നിയമ പോരാട്ടമാണ്.
അങ്ങനെ ഇന്ത്യയിലുള്ള അപ്പോൾ പല പല അസോസിയേഷൻസ് വഴിയൊക്കെ നമ്മൾ മൂവ് ചെയ്ത് അങ്ങനെ ഓൾ ഇന്ത്യയിലുള്ള നമ്മുടെ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള സർവീസ് സംഘടനകളിലെ നേതൃത്വത്തെയൊക്കെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഒരു ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോം ഈ ഒരു വർഷത്തോടെ ഉണ്ടാക്കപ്പെടുകയാണ്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ പങ്കുവഹിച്ചത് ഡോക്ടർ കതിർവേൽ തമിഴ്നാട്ടിലെ, ഡോക്ടർ ശരവണൻ, ഇവർ രണ്ടുപേരുമാണ് തമിഴ്നാട്ടിലെ ഡോക്ടേഴ്സ്. ഇവരാണ് പ്രധാനമായിട്ടും ഓരോരോ സംസ്ഥാനം കയറിയിറങ്ങി നടന്ന് അവർ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് വിളിച്ച് സംസാരിച്ച് റെഡിയാക്കിയതാണ്. ഡൽഹിയിലുള്ള മീറ്റിംഗാണ് ഞാൻ പൊതുവെ 1-2 മീറ്റിങ്സ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൊണ്ടുവന്ന് നമ്മൾ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. MCAയിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻസ് കൊടുത്തു. അങ്ങനെ കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കൂടെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ട്രൈബൽ ഏരിയ എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് അവർ അതിൻ്റെ കൂടെ റൂറൽ ഏരിയയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് കൂടെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് ഏകദേശം 2017 ഓഗസ്റ്റൊക്കെ 18 ആയപ്പോഴത്തേക്കും നമ്മളത് കൊണ്ടുവന്നു. പക്ഷേ അത് കൊണ്ടുവന്നെങ്കിലും അത് അങ്ങ് ഇഫക്റ്റിൽ വരുത്താനായിട്ട് വീണ്ടും വലിയ ഒരു എന്താ പറയുക, ഈ റെഡ് ടൈപ്പിസം എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും അവിടെ ഈ ചുവന്ന നാടയ്ക്കുള്ളിൽ അതൊക്കെ പിന്നെ കുരുങ്ങി കിടക്കുന്നു. അടുത്ത ഒരു ഏകദേശം 6-7 മാസമായിട്ടും ആ ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയുക, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂറൽ വേഡ് ആഡ് ചെയ്തത് അത് പിന്നീട് നടപ്പായില്ല. അതിനെതിരെ വീണ്ടും നമ്മൾ 2018 ഒരു കേസ് കൂടെ സുപ്രീം കോടതിയിൽ കൊടുത്തു. അത് ജസ്റ്റിസ് AK സിക്രിയുടെ ബെഞ്ച് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധിച്ചു. അങ്ങനെ റൂറൽ വേഡ് ആഡ് ചെയ്തു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ഒത്തിരി ഡോക്ടർമാർക്ക് അത് ഗുണപ്രദമായി. പ്രത്യേകിച്ച് കേരളത്തിൽ ആ ഒറ്റ വിധി കൊണ്ട് തന്നെ ആ വർഷം ഒരു 80ഓളം ഡോക്ടർമാർക്ക് സർവീസ് ഫീസ് കിട്ടി. അപ്പോൾ 2018 എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട പോരാട്ടം ഇതല്ല, ആ പഴയ ഒരു 40% തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ആ പോരാട്ടം മുന്നോട്ട് പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് തമിഴ്നാട് പറഞ്ഞു നമുക്ക് നമ്മുടെ പഴയ കേസ്, പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ 50% റിസർവേഷനാണ്. അവർ 50% എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നത് തന്നെ 50% റിസർവേഷൻ കേസ് എന്ന് തന്നെ പറയുന്നു. അതിന് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡൽഹിയിലെ ഖെയ്ത്താൻ ആൻഡ് കോ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ലീഗൽ ഫേമിനെയാണ് അവർ കേസ് ഏൽപ്പിച്ചത്. അപ്പോൾ അവർ വഴി ആദ്യം ഈ കേസ് അത് മൂവ് ചെയ്തു. 2018 ഈ കേസ് സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ച്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള SA ബോബ്ഡെയുടെയും അതുപോലെ തന്നെ L നാഗേശ്വർ റാവുവിൻ്റെ ബെഞ്ചിലേക്കാണ് വന്നത്. അവർ 2 അംഗ ബെഞ്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കാര്യം ഈ ബെഞ്ച് ഓൾറെഡി തീരുമാനിച്ചത് 3 അംഗ ബെഞ്ചാണ്. അതിനെതിരായിട്ട് വിധി പുറപ്പെടുവിക്കാൻ നമുക്കാകത്തില്ല. വി ആർ റെഫറിങ് ദിസ് മാറ്റർ ടു അനദർ ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് 3 അംഗ ബെഞ്ചിലേക്ക് ആ കേസ് റെഫർ ചെയ്തു. ആ കേസിൽ നമ്മൾ കക്ഷി ചേർന്നു. ആ കേസ് പ്രധാനമായിട്ട് നടത്തുന്നത് തമിഴ്നാടാണെങ്കിലും ഉടൻ തന്നെ അത് ഫയൽ ചെയ്ത ഉടൻ തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കക്ഷി ചേർന്നു. അപ്പോൾ അന്ന് കക്ഷി ചേർന്ന കേരളത്തിലെ ഡോക്ടർമാരുടെ പല പല സംഘടന ഉണ്ടെങ്കിൽ ഈ KGIMO ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള എല്ലാ സർവീസ് സംഘടനകളും ഡോക്ടർമാരുടെ പ്രയത്നം അല്ലെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉണ്ട് അതിനകത്തുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഗ്രൂപ്പിസൊന്നുമില്ല. അങ്ങനെ നമ്മളും ഇതിനു വേണ്ടി മുന്നോട്ട് നീങ്ങി നമ്മളും സീനിയർ അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് തന്നെ വാദിച്ചു. അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന് 3 അംഗ ബെഞ്ചിലെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ ബെഞ്ചിൻ്റെ 2-3 ദിവസത്തോളം കേട്ടിട്ട് അദ്ദേഹം ശരിക്കും അനുകൂലമായൊരു പരാമർശം അതിനകത്ത് നടത്തി. ശരിയാണ്, ഈ കേസ് ജെന്യുവനാണ്. ഇത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിനകത്ത് അവരുടെ അധികാര പരിധി ലംഘിച്ചിരിക്കുന്നു. പക്ഷേ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 3 അംഗമേ ഉള്ളൂ, മറ്റൊരു 3 അംഗ ബെഞ്ചാണ് ഈ വിധിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഭരണഘടനാപരമായൊരു തർക്കമായതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരണഘടനാ ബെഞ്ചിൽ കുര്യൻ ജോസഫ് സാർ റെഫർ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റിൽ, ആ 3 അംഗ ബെഞ്ചിലെ ജഡ്ജ്മെൻറ്റിലാണ് ഇന്ത്യയിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു അനുകൂലമായ പരാമർശം കിട്ടുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ്. പക്ഷേ അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ടൊരു പരാമർശം കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വെയിറ്റ് ചെയ്യാതെ, ഈ ഒരു വിധി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ ഒരു എക്സാം പോയി എഴുതിയത്? അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് പ്രതീക്ഷ ഇല്ലായ്മ ഇല്ലായിരുന്നില്ല. പക്ഷേ എങ്കിലും അതിനകത്തൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രായം കൂടി വരികയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും PG വേണം. അങ്ങനെ ചിന്തിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 പാലക്കാടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചിരുന്നു. അവിടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഡോക്ടർ അമൽ ടീം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം, അപ്പോൾ അവരോട് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. അങ്ങനെ ഞാൻ പാലക്കാടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ പോയിരുന്നാണ് ശരിക്കും പറഞ്ഞാൽ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഓൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 15,000 റാങ്ക് വന്നു. പിന്നെ ഒരു ഇൻസെൻറ്റീവ് മാർക്ക്, ഞാൻ ഈ മുഹമ്മയിൽ വർക്ക് ചെയ്തത് 4 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ റൂറൽ ഇൻസെൻറ്റീവ് എന്നും പറഞ്ഞ് 20% മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കേരള റാങ്ക് എനിക്ക് 490 ആയി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പിന്നെ ആലപ്പുഴയിൽ സർജറി കിട്ടുന്നത്. പക്ഷേ ഏറ്റവും ഇതിനകത്തുള്ള രസകരമായ കാര്യം എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടുന്നത് ജൂലൈ 27-നാണ്.
MCAയുടെ നിയമപ്രകാരം അഡ്മിഷൻ പ്രൊസീജിയർ തീരുന്നത് ഈ വർഷം 31 ഓഗസ്റ്റിനാണ്, തിരുവോണത്തിനാണ്. ഈ വിധി വന്ന തിരുവോണത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രയോജനമില്ല. എന്തായാലും അത് ഇനിയുള്ള ഇനിയുള്ള ആൾക്കാർക്ക് ഇതിനു വേണ്ടി ഇത്രയും അധികം പോരാടിയല്ലോ, തീർച്ചയായും അതെ പേര് കൂട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ, എന്നാൽ ചിലവരൊക്കെ വിചാരിക്കും എനിക്ക് എന്തായാലും അഡ്മിഷൻ ആയല്ലോ, ഇനി ഞാൻ അങ്ങോട്ട് ബാക്കിലോട്ട് മാറിയേക്കാം എന്ന് വിചാരിച്ചില്ലല്ലോ. ഇനി വരുന്ന ഒരു ജനറേഷന് വേണ്ടിയിട്ട് ഇതൊരു അനുഗ്രഹമായിട്ട് നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് കണ്ടിന്യൂസ്ലി പോരാടിയതിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിന് തന്നെയാണ് ഈ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും MBBS കഴിഞ്ഞു, ഇപ്പോ MS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ലീഗലിയും കുറെ അധികം അറിവ് നേടിക്കഴിഞ്ഞു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2.5-3 കൊല്ലം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. എങ്ങനെയാണത് മെഡിക്കൽ സംബന്ധമായ കേസുകളെ പറ്റിയിട്ടൊക്കെ കുറേയധികം കാര്യങ്ങൾ. ഇതുപോലെയൊക്കെ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് വന്നാൽ നിയമോപദേശമൊക്കെ കൊടുക്കാൻ മാത്രമായോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് വന്ന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത്തരത്തിൽ ഇപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ. സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട്, സ്പെഷ്യാലിറ്റി അല്ല ഇതിന് ശേഷമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിന് എഴുതിയിരിക്കുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ പ്രേരിപ്പിച്ചു. അവരിപ്പോൾ കേരള ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പറ്റുന്ന കാര്യങ്ങളൊക്കെ അതെ അതെ അതെ. ഇനി മറ്റെന്തെങ്കിലും ഇതുപോലെയുള്ള നിയമനിഷേധങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാവുന്നുണ്ട്, ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോരോ ആസ്പെക്റ്റിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ബഹുമാനപ്പെട്ട കോടതികളിൽ അവതരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ കാര്യങ്ങളല്ലെന്നാണ് മനസ്സിലാകുന്നത്. കാരണം യഥാർത്ഥ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, കാരണം ഈ നമ്മൾ ഈ ഡോക്ടർ സമൂഹമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന അല്ലെങ്കിൽ നീതി നിഷേധത്തിൻ്റെ ഒരു പിക്ചറല്ല പലപ്പോഴും അവിടെ കാണിക്കപ്പെടുന്നത്, അവതരിക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ഒരു എറർ ചില സ്ഥലങ്ങളിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഇനി പതിയെ ഇനി ഒരു ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ് വളരെ നല്ലൊരു കോഴ്സാണ്. കാരണം ആലപ്പുഴ ജനറൽ സർജറിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാധ്യത വലിയ ഉണ്ടായിട്ട് എടുത്തതല്ല. അങ്ങനെ ആലപ്പുഴക്കാരനായതുകൊണ്ട് ആലപ്പുഴ കിട്ടിയതുകൊണ്ട് എടുത്തതാണ്. ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഇച്ചിരി മുരടിപ്പൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സർജറി ധാരാളം എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തെങ്കിലും സർജറിയിൽ ഒരു ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? സർജറിയിൽ ഒരു ഹയർ സ്റ്റഡിയെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്നാൽ മറ്റ് പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലൊക്കെ MPH പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി താല്പര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് മനസ്സ് വിചാരിക്കുന്നു. ഫാമിലി ഡോക്ടർ നെറ്റ്സി തോമസ് ആണ് എൻ്റെ ഭാര്യ. പുള്ളിക്കാരി അസിസ്റ്റൻറ്റ് സർജനാണ്. പെരുമ്പളം പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ്. അത് നമ്മുടെ ചേർത്തല കഴിഞ്ഞിട്ട് പാണാവള്ളിയുള്ള ഒരു ഐലൻഡാണ്. അവിടെ അതൊരു അതിദുർഘട ഏരിയയാണ്. അവിടുത്തെ അസിസ്റ്റൻറ്റ് സർജനാണ്. വൈഫ്. 3 കുട്ടികളുണ്ട്. മൂത്താൾ ആൻറ്റോൺ. അദ്ദേഹം പുള്ളിക്കാരനെ ഇപ്പോൾ മാതാ സ്കൂളിലാണ് പഠിക്കുന്നത്. 3ാം സ്റ്റാൻഡേർഡിലാണ്. രണ്ടാമത്തെ ആൾ ആരോൺ 1ാം സ്റ്റാൻഡേർഡിലേക്ക് ആയതേ ഉള്ളൂ. ഏറ്റവും ഇളയ ആൾ UKGയിലോട്ടായി. അച്ഛനും അമ്മയും കാട്ടൂർ തന്നെയാണ്, കുടുംബത്തിൽ തന്നെയാണ് അച്ഛനും അമ്മയും. ഫാദർ റോബർട്ട്, പുള്ളിക്കാരൻ്റെ നമ്മുടെ കാട്ടൂർ പള്ളിയിലെ മ്യൂസീഷ്യനാണ്. അമ്മ ടീച്ചറായിരുന്നു, മേരീസ് എന്ന പേര്. അമ്മ ടീച്ചറായിരുന്നു പുള്ളിക്കാരത്തി. നമ്മുടെ ഏറ്റവും കൂടുതൽ കാട്ടൂർ സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. റിട്ടയർ ചെയ്യുന്നത് തുമ്പോളി സ്കൂളിൽ നിന്നാണ്. പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. സഹോദരങ്ങൾ അനിയൻ്റെ പേര് ഡോക്ടർ വിമൽ ജോൺ. പുള്ളിക്കാരൻ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡെർമറ്റോളജി എടുത്തുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ ആണ്. സഹോദരൻ്റെ വൈഫ് ഡോക്ടർ ലോറൻഷ്യ, അർത്തുങ്കൽക്കാരിയാണ്. 2 കുട്ടികളുണ്ട്. ചുരുക്കത്തിൽ ഒരു ഡോക്ടർ ഫാമിലിയായി മാറിയില്ല ജനറേഷൻ. തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഈ ഒരു? തീർച്ചയായിട്ടും വളരെ നല്ല ഹെൽപ്പാണ്, വളരെ നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ് റേഡിയോ നേതലിന്റെ പേരിൽ. അതേപോലെ നമ്മളുടെ ഫുൾ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് സ്നേഹമുള്ളൊരു വിഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം ആരോഗ്യ പ്രവർത്തകരോടൊക്കെ ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റ് എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷെ ഡോക്ടേഴ്സിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഉള്ളിലെ പ്രശ്നങ്ങളോ പലപ്പോഴും ഈ പൊതുജനങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇറങ്ങുകയും ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പോരാടുകയും ഒക്കെ ചെയ്തതിൽ അത് വിജയത്തിലേക്ക് എത്തി എന്നുള്ളത് ഈശ്വരാനുഗ്രഹം. അതിന് കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു നിങ്ങളുടെ ഫുൾ ടീമിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. റേഡിയോ നേതലിൽ വന്ന് ഇത്രയും അധികം സമയം ചെലവഴിച്ച് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഇത്രയും കേസിന്റെ നാൾവഴികൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.